ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പഞ്ചാബി സ്റ്റൈലിലുള്ള ധാബ സ്റ്റൈലിലുള്ള ഒരു മൂങ് ദാൽ കറി, അതായത് ചെറുപയർ കറി. വളരെ സിമ്പിളാണ് പ്രിപ്പയർ ചെയ്യാൻ. പക്ഷേ ഈ ഒരു കറിയുടെ പ്രത്യേകത, അതായത് ഈ പഞ്ചാബി ധാബ സ്റ്റൈലിലുള്ള കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫ്ലേവേഴ്സും സീസണിങ്ങും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ മാച്ച് ആവണ, സാധാരണ വ്യത്യാസമായിട്ട് നമുക്ക് ചെറുപയർ കറി ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ധാബ സ്റ്റൈൽ ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയാണ് കേട്ടോ അരിഞ്ഞിട്ടേക്കണത്. അരിഞ്ഞിട്ട് 2 ടീസ്പൂൺ അളന്നെടുത്താൽ മതി. 2 ടൊമാറ്റോ, അതും നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗീ വേണം. അപ്പോൾ ഗീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓയിലും ഉപയോഗിക്കാം, പക്ഷേ നല്ലൊരു ഫ്ലേവറാണ് അതിൽ ഗീ ഉപയോഗിക്കുമ്പോൾ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി വേണം. പിന്നെ നമ്മളവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ചെറുപയർ, 1/2 കപ്പ് ചെറുപയറാണ് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിൽ വെച്ചത്. വെള്ളത്തിൽ വയ്ക്കാൻ നിർബന്ധമൊന്നുമില്ല, പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് വയ്ക്കാമെന്ന് മാത്രം. 2 കപ്പ് വെള്ളം. പിന്നെ താളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു 5-6 വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ അരിഞ്ഞെടുക്കും ചെയ്യാം. ഇതൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ഇതേപോലെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായി. 5 പച്ചമുളക്, 3 വറ്റൽമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ 1 തണ്ട് കറിവേപ്പില. കുക്കറിലാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നെയ്യൊന്ന് ഉരുകിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും സവാള ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവണ വരെ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. സവാള ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ, അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മുകളിൽ നിന്ന് മൂടി വെച്ചാൽ മതി, വിസിൽ ഇതിടണ്ട. ടൊമാറ്റോ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് വെന്ത് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചു കേട്ടോ. ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടയിൽ. അപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുപയർ ഇപ്പം ഞാൻ വെള്ളത്തിൽ നിന്നൊന്ന് കഴുകി ഒന്ന് എടുത്തു. അത് വെള്ളം കൂടിയിട്ട് ഒഴിച്ചൊന്ന് വേവിക്കണം. അപ്പം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് വെച്ചിട്ട് അടയ്ക്കാം കേട്ടോ. അടച്ച് വിസിലൊക്കെ ഉള്ള കുക്കറുള്ളവരാണെങ്കിൽ വിസിലിടാം. വിസിലിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 വിസിൽ, അതായത് നമ്മുടെ ചെറുപയർ അസലായിട്ട് വെന്ത് വരണം. അപ്പം അത് ആ കുക്കറിൻ്റെ ആ ഒരു രീതി അനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പം നമ്മളിപ്പോൾ എന്തായാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് വേവണ വരെ വേവിക്കുക എന്നുള്ളതാണ് കേട്ടോ. കുക്കർ 4-5 വിസിലൊക്കെ അടിച്ചു, ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറുപയർ വെന്തോന്നും നോക്കാം. നല്ല അസലായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് ചെറുപയർ. ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാം. നമ്മൾ കുറച്ചധികം മല്ലിയില എടുത്ത് വയ്ക്കാം കേട്ടോ. ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ കുക്കർ ഞാൻ ഫ്ലെയിം നന്നായി കുറഞ്ഞ ഒരു ബർണറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രം, അത് സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലും ആഡ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നെയ്യ് ആഡ് ചെയ്തത്. തൊലിയോടുകൂടി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ല ഗോൾഡൻ ആയിട്ട് ഫ്രൈ ആവണം കേട്ടോ.
അപ്പോൾ വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ 3 വറ്റൽമുളക് എടുത്ത് വെച്ചത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ജീരകം എടുത്ത് വെച്ചത് അതും കൂടി ആഡ് ചെയ്യാം. പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിലേക്ക് ഇത് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇത് നമ്മുടെ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.